പാതിരാവെന്ന് പറയുന്നത് വല്ലാത്തൊരു ഇന്റിമസിയുള്ള സമയമാണ് അല്ലേ? നമുക്ക് ഏറ്റവും വിലപ്പെട്ട അല്ലാഹ്, എത്രയോ ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നീ എന്നെ ഉണർത്തിയല്ലോ റബ്ബേ, നീ എനിക്ക് ഉണരാൻ തൗഫീഖ് തന്നല്ലോ പടച്ചവനെ, ഇതിന് ഞാൻ എങ്ങനെയാണ് നിനക്ക് നന്ദി പറയേണ്ടത് പടച്ചവനെ എന്ന് കരഞ്ഞുകൊണ്ട് നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തേ? ഇങ്ങനെ എന്നെ എഴുന്നേൽപ്പിച്ചത് അല്ലാഹു ചെയ്ത ഒരു സൗഭാഗ്യമല്ലേ? എത്ര ആൾക്ക് എഴുന്നേൽക്കാൻ പറ്റാതിരിക്കുന്നു? ക്ഷീണം കൊണ്ട് കടന്നുറങ്ങുന്നവരെ കുറിച്ചല്ല പറയുന്നത്, മടി പിടിച്ചിട്ട് കടന്നുറങ്ങുന്നവർ. ഒരൽപ്പം സമയം കിട്ടുകയാണെങ്കിൽ സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുക. എന്നിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചു നോക്കണം. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കും. ഞാൻ പറയുന്നത്, നമ്മളും പടച്ചവനും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കണം. നമ്മളിങ്ങനെ ഒരു ഹാവുലാവിയിട്ട് ആ പടച്ചോണ്ട്, ആ ഉണ്ട്, വിശ്വസിക്കുന്നുണ്ട്, ആ ഞാനൊക്കെ വിശ്വസിക്കുന്ന ആളാ, ഇതല്ല നമുക്ക് വേണ്ടത്. എൻ്റെ റബ്ബെൻ്റെ കൂടെയുണ്ട്. യസ്മഉനി, എന്നെ കേൾക്കുന്ന എൻ്റെ റബ്ബ്. വയുറാഖിബുനി, എൻ്റെ കൂടെയുള്ള റബ്ബ്. അല്ലാഹു ഷാഹിദി, അല്ലാഹു നാദിരി, അല്ലാഹു മഈ, എൻ്റെ പടച്ചവൻ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ പടച്ചവൻ ഹാദിരി, എൻ്റെ കൂടെയുണ്ട്. എൻ്റെ പടച്ചവൻ എൻ്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയായി എൻ്റെ ഒപ്പമുണ്ട്. എൻ്റെ റബ്ബ്, ഞാൻ ചോദിക്കുന്ന എൻ്റെ റബ്ബ് എനിക്ക് നൽകുന്നുണ്ട്. ഇത് പറയാൻ കഴിയണം. നിനക്ക് അനുഭവങ്ങളുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? പടച്ചവനോട് ഞാൻ ചോദിച്ചിട്ട് എനിക്ക് അല്ലാഹു എൻ്റെ ആവശ്യം നിർവഹിച്ചു തന്നു എന്ന് പറയാൻ കഴിയുന്നവരുണ്ടോ? ഉണ്ടായിരിക്കും, ഒരുപാട് ആളുകളുണ്ടാവും സദസ്സിലെ. ഞാൻ കൈപൊക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് അനുഭവം വേണം. എൻ്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരൻ ഇരിട്ടി, ഞങ്ങളിപ്പോൾ ഇന്ന് രാവിലെ കണ്ണൂർ ജില്ലയിലെ അങ്ങ് ഇരിട്ടിയുടെ ഉൾപ്രദേശത്തു നിന്നൊക്കെയാണ് വരുന്നത്. ഇവിടെ എത്തുമ്പോൾ ഇതൊരു വളരെ വലിയ ഉൾപ്രദേശമായിട്ട് എനിക്ക് തോന്നിയപ്പോൾ ഒരു ഉൾപ്രദേശത്ത് നിന്ന് അടുത്ത ഉൾപ്രദേശത്തൊക്കെ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള യാത്രയിലെത്തിയത്. ഒരു ഗ്രാമത്തിൽ നിന്ന് അടുത്തൊരു ഗ്രാമത്തിലേക്ക്. പക്ഷെ അവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം മസ്കത്തിലാണിപ്പോൾ. അദ്ദേഹത്തിൻ്റെ ഉമ്മാക്കൊരു സ്ട്രോക്ക് വന്നു. തൻസീർ എന്നാണ് ഞങ്ങളുടെ സുഹൃത്തിൻ്റെ പേര്. തൻസീറിൻ്റെ ഉമ്മ സ്ട്രോക്ക് വന്ന് ആ ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞ് മസ്കറ്റിൽ നിന്ന് എനിക്ക് വിളിച്ചു, ഞാൻ പോവാണ് നാട്ടിലേക്ക്, ഉമ്മാക്ക് തീരെ വയ്യ, ഡോക്ടർമാരൊന്നും പറയുന്നില്ല, 6 മണിക്കൂർ കഴിയട്ടെ എന്ന് പറയുന്നു. അതീവ ഗുരുതരമായൊരവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടത്തി. ആ ഉമ്മയുടെ അരികത്തെത്താൻ വെമ്പൽ കൊണ്ടുകൊണ്ട് മകൻ തൊട്ടടുത്ത ഫ്ലൈറ്റ് കിട്ടി നാട്ടിലേക്കെത്തി. ഇന്നലെ എന്നോട് ഈ സംഭവം പറഞ്ഞു. ഞാൻ ചോദിച്ചു, തൻസീർ എന്താ, ഉമ്മാക്ക് എന്തായി, ഉമ്മയുടെ വിവരമൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞു, സാറേ ഞാൻ പറയാൻ വിട്ടുപോയി, ഉമ്മാക്ക് അത്ഭുതം സംഭവിച്ചു. അതെന്താ? ഉമ്മാക്ക് സുഖാവുമെന്ന് ഡോക്ടർമാർക്ക് പോലും അറിയില്ല. അവർ പറഞ്ഞു ഒന്നും പറയാനായിട്ടില്ല. ICUവിൽ കുറേ കിടത്തി. ICUവിൽ നിന്ന് മാറ്റാൻ ഞങ്ങൾക്ക് ധൃതിപ്പെട്ടു. അങ്ങനെ ICUവിൽ നിന്ന് മാറ്റി തന്നു. പക്ഷെ ഡോക്ടർ പറയാ, ഉമ്മാക്ക് പെട്ടെന്നൊരു മാറ്റം വന്നു. ഇപ്പം ആ ഉമ്മ അൽഹംദുലില്ലാ റാഹത്തായിട്ട് എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഡോക്ടർമാർ ഡോക്ടറിനെ പറഞ്ഞല്ലോ, എന്തൊരു സംതിങ്, ഒരു മിറക്കിൾ, ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ടല്ലോ നിങ്ങളുടെ ഉമ്മക്ക്. അപ്പോൾ തൻസീർ എന്നോട് പറയാം, ഞാനപ്പോൾ നിസ്കാര റൂമിൽ പോയിരുന്നിട്ട് ഞാൻ അള്ളാഹുവിനോട് ഒരു കാര്യം തന്നെ പറഞ്ഞു, റബ്ബേ എൻ്റെ ഉമ്മയെ ശിഫയാക്കി തന്ന് എൻ്റെ ഉമ്മയെ എനിക്ക് തിരിച്ചേൽപ്പിക്കണം, എൻ്റെ ഉമ്മയെ എനിക്ക് തിരിച്ചേൽപ്പിക്കണം, എൻ്റെ ഉമ്മക്ക് ശിഫ നൽകണം. ഇത് ഞാൻ അള്ളാഹിനോട് ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, അത് പറയാറില്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കണം എന്നൊക്കെ. നമുക്ക് ചോദിച്ച അനുഭവമില്ലായിരുന്നു, എനിക്കിപ്പോൾ അനുഭവം ഉണ്ടായി. എൻ്റെ ഉമ്മക്ക് വേണ്ടി ഞാനത് ചോദിച്ചു, എൻ്റെ റബ്ബ് എനിക്കത് തന്നു. എൻ്റെ മുഅ്മിനെ, ഞാനീ പറയുന്ന ചെറുപ്പക്കാരൻ്റെ കഥയാണ്. നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരു അനുഭവം വേണം. വെറും മരിക്കുമ്പോൾ മാത്രം കണ്ണീര് വാർക്കാനുള്ളതല്ല അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ എന്ന് പറയുന്നത്. നമ്മുടെ നിത്യേനയുള്ള ജീവിതത്തിൽ എൻ്റെ റബ്ബ് ഇടപെടണം, എൻ്റെ റബ്ബിൻ്റെ വിഷയത്തിൽ ഇടപെടണം എന്ന് റബ്ബിൻ്റെ മുമ്പിൽ വാശി പിടിക്കണം. എന്നിട്ട് ചോദിച്ചിട്ട് നമ്മുടെ കയ്യിൽ അത് കിട്ടണം. എന്നിട്ട് കിട്ടുന്നൊരു ഈമാനുണ്ട്. അല്ലാതെ നിങ്ങളീ കേട്ടു പോണതൊന്നും ശരിയാവില്ല. നിങ്ങൾ വേറെ ഉസ്താദ് കുറേ പറഞ്ഞെന്നു, ഓക്കെ ഉസ്താദ് പഠിച്ചത് പറഞ്ഞെന്നു, എനിക്കെന്ത് കിട്ടി, ഞാൻ നോമ്പ് എത്ര കാലായി, അങ്ങനെ പറയരുത്. റബ്ബ് നമ്മളുടെ കൂടെയുണ്ട്. ഞാൻ അരികത്തുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞ വിശുദ്ധ ഖുർആനാ. വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ വാക്കല്ല. ഒരു യുക്തിവാദിക്ക് ഒരു എക്സിനും വൈക്കൊന്നും തെളിയിക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ വാക്കല്ല. അതിൻ്റെ അമാനുഷികതയും അതിൻ്റെ മിറക്കിൾ
സ്വഭാവവും വിശുദ്ധ ഖുർആനിന്റെ ആധികാരികതയും ഭാഷാഭംഗിയും ആന്തരിക സൗന്ദര്യവും മനസ്സിലാക്കിയ ഒരാൾ വിശുദ്ധ ഖുർആന്റെ മുമ്പിൽ തലകുനിക്കും. ആ വചനങ്ങൾ മനുഷ്യന്റേതല്ല. പുണ്യ നബിക്ക് പോലും അങ്ങനെ പറയാൻ കഴിയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ ഹദീസ് എടുത്താലും ഖുർആൻ രണ്ട് ഭാഷയാണ്, അറബിയാണ്, പക്ഷെ രണ്ട് ശൈലിയാണ്. ഹബീബിന്റെ ഹദീസിന്റെ ശൈലി ഒന്ന് വേറെ. സമർ കാണിച്ചെടുത്ത് ഒരു ഹദീസ് ഒരു ഖുർആനും കൊടുത്താൽ ഇതിലേതാ ഖുർആൻ പെട്ടെന്ന് പച്ചവെള്ളം വിത്തിൻ സെക്കൻഡ്സ് പറഞ്ഞുതരാൻ കഴിയും. എന്തേ? ഖുർആനിന്റെ ശൈലി ഒന്ന് വേറെയാണ്. രണ്ടും അറബി തന്നെയാ. ആ റബ്ബിന്റെ സ്വാദിഖും മസ്തൂഖുമായ പുണ്യനിബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന അല്ലാഹുവിന്റെ കലാം. ഖാല അവലം തുഅ്മിൻ, ഇബ്രാഹിം നബിയെ നിങ്ങൾക്ക് ഈമാൻ ഇല്ലേ? ബലാ, ഉണ്ട് റബ്ബേ, എനിക്ക് ഈമാനുണ്ട്. വലാകിൻ ലിയത്മഇന്ന ഖൽബി, എൻ്റെ ഹൃദയത്തിനൊരു സന്തോഷം കിട്ടാൻ. കണ്ടല്ലോ, നമ്മൾ ചിലതൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ ഒരു രസം കിട്ടുമല്ലോ എന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ സഹോദരിമാരെ അള്ളാഹുവിനോട് ചോദിക്കും. നിങ്ങൾ പടച്ചവനോട് വാശി പിടിച്ച് ചോദിക്കണം. എന്നിട്ടത് ചോദിച്ചു വാങ്ങിയിട്ട് എനിക്ക് കിട്ടി, എൻ്റെ റബ്ബെന്നെ സഹായിച്ചു എന്ന് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന നൂറുകണക്കിന് അനുഭവങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ഈ റമദാൻ കണ്ണു തുറപ്പിക്കുന്ന റമദാനാകണം. ഒരു ആചാരത്തിന്റെ ഭാഗമായി നോമ്പെടുത്തു പോകല്ലേ. പതിരാവുകളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കിൻ. അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നിസ്കരിക്കും. പുണ്യനബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പല്ല് തേക്കണം. ഒതുകൊടുക്കുമ്പോൾ രാത്രി പോയി എഴുന്നേൽക്കുമ്പോൾ ബ്രഷ് ഇടാനൊക്കെ മടി തോന്നും. ഒതുകൊടുത്ത് പോന്നാ പോരെ? അല്ല, ബ്രഷ് ചെയ്യണം, അത് സുന്നത്താണ്. ചായ കുടിക്കാൻ വേണ്ടി മാത്രമല്ല, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഒന്ന് വായൊന്ന് വൃത്തിയാക്കണം. ഇദാ ഖാമ അഹദുകും യുസല്ലി മിനൽ ലൈലി ഫൽയസ്തക്, രാത്രി നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ വായ ഒന്ന് നന്നായി വൃത്തിയാക്കണം. എന്തുകൊണ്ടെന്നറിയുമോ? നിങ്ങൾ നിസ്കരിക്കുന്ന മുസല്ലയിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത അതിസൂക്ഷ്മമായ, അതിശക്തമായ, അതിപവിത്രമായ ഒരു പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ചില ആളുകൾ നിങ്ങളുടെ റൂമിലേക്ക് വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫൽയസ്തക്, പേടിപ്പിക്കാനല്ല, മലക്കുകൾ പേടിപ്പിക്കാൻ വരില്ല, ജിന്നുകളും പേടിപ്പിക്കാൻ വരുന്നില്ല. ഓരോ പണിയെടുത്ത് പോവുകയാണ്. നമ്മൾ വെറുതെ ഓരോന്നാലോചിച്ച് കൂട്ടിയിട്ടാണ്. പേടിപ്പിക്കാനായിട്ട് ജീവികളൊന്നും ഈ ലോകത്തുള്ള പറിച്ചു വിട്ടിട്ടില്ല. ഓർക്ക് അവരുടേതായ ജോലിയുണ്ട്. ആ ജോലിയിൽ അവർ വ്യാപൃതരാണ്. നമ്മൾ നമ്മുടെ പണിയെടുക്കുക, അവരവരുടെ പണിയെടുത്തോളൂ. ജിന്നുകളെപ്പോലെ കണ്ണുകളെ കൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്തവരാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ. അതുകൊണ്ട് നിങ്ങൾ വുളു എടുക്കുമ്പോൾ, വുളു എടുത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ബ്രഷ് ചെയ്യണം. കാരണം ഫഇന്ന അഹദകും ഇദാ ഖറഅ ഫീ സ്വലാത്തിഹി, നിങ്ങൾ നിസ്കാരം തുടങ്ങി ഫാത്തിഹ ഓതാൻ തുടങ്ങിയാൽ അപ്പോഴാണ് ആള് വരിക. فإن أحدكم إذا قرأ في صلاته, നിങ്ങൾ നിസ്കാരത്തിൽ ഫാത്തിഹ തുടങ്ങി നിങ്ങൾ ഓതാൻ തുടങ്ങിയാൽ, ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ, വളഅ മലകുൻ ഫാഹു അലാ ഫീഹ്, ആ ഓതുന്ന മനുഷ്യന്റെ ചുണ്ടിലേക്ക് അല്ലാഹുവിന്റെ മലക്ക് ചുണ്ട് ചേർത്ത് വെച്ച് നിൽക്കും. വലാ യഖ്റുജു മിൻ ഫീഹി ശൈഉൻ ഇല്ലാ ദഖല ഫമൽ മലക്, അവരുടെ വായിൽ നിന്ന് ഓതുന്നത്, വായിലൂടെ വരുന്ന ശബ്ദം, വായിൽ നിന്ന് വരുന്ന കാറ്റ് ആ മലക്കിന്റെ വായിലേക്ക് കടക്കുന്നുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ദുർഗന്ധമാണെങ്കിൽ ആ ദുർഗന്ധം മലക്കിന്റെ വായിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വായ സുഗന്ധമുള്ളതാക്കണം, ദുർഗന്ധമുണ്ടാവരുത്. നന്നായിട്ട് ബ്രഷ് ചെയ്യണം, വായ വൃത്തിയാക്കണം. എന്നിട്ടേ നിങ്ങൾ നിസ്കരിക്കാവൂ. അത് പവിത്രമായ നേരമാണ്, പവിത്രതയുള്ള. ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോൾ കാന യുസല്ലി അലാ മൻകിബിഹിൽ യമീൻ, മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ എന്ന സ്വഹാബിയോട് വലതു ഭാഗത്തിരിക്കുന്ന മലക്കും ഇടത് ഭാഗത്തിരിക്കുന്ന മലക്കും അസ്സലാമു അലൈക്കും യാ ഇമ്രാൻ സലാം പറഞ്ഞിരുന്നു. മലക്ക് രണ്ടുപേരും സലാം പറയും. ആ രണ്ട് സലാമിനും ഇമ്രാൻ ബിൻ ഹുസൈൻ തങ്ങൾ മറുപടിയും പറയും. സ്വഹാബിയാണ് ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അപ്പം അത് സാധ്യമാണെന്ന് മനസ്സിലായി. നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, നമ്മളെ കൊണ്ട് പറ്റാത്ത കുറേ ഉണ്ടല്ലോ. അതിന് നമ്മൾ ക്വാളിഫൈഡ് ആയിക്കഴിഞ്ഞാൽ അള്ളാഹു അത് സാധ്യമാക്കി തരും.
ലൗ തദൂമൂന അലാ മാ തകൂനൂന ഇൻദി ലസ്വാഫഹതുകുമുൽ മലായികതു അലാ തുറുഖ്. എൻ്റെ സദസ്സിൽ നിങ്ങൾ ഇരിക്കുന്നത് പോലെ മുഴുസമയവും നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുകയാണെങ്കിൽ അല്ലാഹുവിൻ്റെ മലക്കുകൾ നിങ്ങൾക്ക് വഴികളിൽ വന്ന് വഴിവക്കിൽ വന്നുകൊണ്ട് സലാം തന്ന് കൈപിടിക്കുമായിരുന്നു. ഹൃദയം ശുദ്ധമാണെങ്കിൽ ചില മറ്റുള്ളവർക്ക് കാണാൻ കഴിയാതെ മുഅ്മിനീങ്ങളുടെ കൈപിടിച്ച് സലാം പറയാൻ അല്ലാഹുവിൻ്റെ മലക്കുകൾ വഴിയോരങ്ങളിൽ വന്നു നിൽക്കുമെന്ന് ഹദീസിലുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ മുഅ്മിനീങ്ങൾ അനുഭവിക്കുന്ന കാര്യമാണ്. ഇതൊന്നും ഇല്ലാത്ത കാര്യമല്ല തങ്ങൾ ഈ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സാധ്യമാണ്. സ്വഹാബികളിൽ ചില ആളുകൾക്ക് ജിബ്രീൽ തങ്ങളെ കാണാമായിരുന്നു, ചില ആളുകൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നു. അബൂ ഹുറൈറ തങ്ങൾ, അനസ് ഇബ്നു മാലിക് എന്നവരെ, മുആദ് ഇബ്നു ജബൽ എന്നവരെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഈ 4 സ്വഹാബിമാർ, മറ്റു കൂടുള്ള സ്വഹാബിമാർ സിദ്ദീഖ് എന്നവരുണ്ട്, കൂട്ടത്തിൽ ഉമർ എന്നവരുണ്ട്. മറ്റുള്ളവരൊന്നും കാണാതെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഹബീബിന്റെ സദസ്സിൽ കാണാൻ ഭാഗ്യമുണ്ടായ സ്വഹാബികളായവര്. അവരുടെ ജീവചരിത്രത്തിന്റെ അവസാനം കണ്ണിനൊരു മങ്ങല് വന്നു ഈ 4 സ്വഹാബിമാർക്ക്. എന്തുകൊണ്ട്? പ്രകാശത്താൽ പടക്കപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒരുപാട് തവണ കണ്ടതുകൊണ്ടാകണം കണ്ണിന് ആ ഒരു മങ്ങലേറ്റത് എന്ന് ഈ മഹാന്മാരായ സ്വഹാബികളെ സംബന്ധിച്ച് റിജാലിൻ്റെ ആലിമീങ്ങൾ അവരെ സംബന്ധിച്ച് ഇവിടെ തർജുമയിൽ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അത് സാധ്യമാണ്. അല്ലാഹു നമുക്കതിന് തൗഫീക്ക് തരട്ടെ. നമ്മുടെ ഈമാനങ്ങ് കൂടും. നമുക്കൊരു ബോധ്യം വരും. നാട്ടുകാരെ ബോധിപ്പിക്കൽ നമ്മുടെ ബാധ്യതയല്ല. നാട്ടുകാർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. നാട്ടുകാരെ പിന്നാലെ നടന്ന് ബോധിപ്പിക്കൽ കഴിയൂല. പുണ്യനബി തങ്ങൾക്ക് സാധിച്ചോ സല്ലല്ലാഹു അലൈഹി വസല്ലം? തങ്ങൾ ജീവിച്ചിരിക്കും. അബൂജഹൽ, ഉത്ബത്ത്, ഉമയ്യൊക്കെ അവിടെ ജീവിച്ചില്ലേ? തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി. ബുദ്ധിയുള്ളവരത് സ്വീകരിച്ചു. അല്ലാത്തവൻ ആ വരുന്നോട് വെച്ച് കാണാന്ന് വന്ന് ഓല് കണ്ടും ചെയ്തു. ഇതാ സംഭവിച്ചത്. നമുക്കനുഭവം വേണം. നമുക്കനുഭവിക്കാൻ കഴിയുന്നതാണ് ഈ ദീൻ എന്ന് പറയുന്നത്. ഇതൊരു വല്ലാത്ത ആനന്ദമാണ്. ഇതിനൊരു ടേസ്റ്റ് ഉണ്ട്, ഇതിനൊരു മധുരമുണ്ട്, ഇതിന് ഒരു ആസ്വാദനമുണ്ട്. ആ ആസ്വാദനം ഇബാദത്തിലൂടെയേ ലഭിക്കുള്ളൂ. അല്ലാഹുവിലേക്ക് അടുക്കുന്നതോടുകൂടെ നമുക്ക് അല്ലാഹു ചില കാണാത്ത ലോകങ്ങളെ നമ്മുടെ കണ്ണുകൊണ്ട് കാണിച്ചു തരും. അതിപ്പോൾ നമുക്ക് കിട്ടുമോ? കിട്ടും. സാധാരണക്കാരിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരായി ജീവിക്കുന്ന ആളുകൾ ഈ സമൂഹത്തിൽ ഈ മജ്‌ലിസിലുണ്ട്. നമ്മൾ കൂലിപ്പണിക്ക് പോകണമല്ലേ, കൃഷിക്കാരല്ലേ, മതി. തഖ്വയുണ്ടോ? അല്ലാഹു അവർക്ക് അതിന് സാധിച്ചു കൊടുക്കും. അയ്യുമാ മുസ്ലിമിൻ لقيام رجل في الصف في سبيل الله ساعة أفضل من عبادة 60 سنة. ഈ ഹദീസ് കേൾക്കുമ്പോൾ വിഖായ വളണ്ടിയർമാരെ കുറിച്ചൊക്കെ പറഞ്ഞതാണോ എന്നൊക്കെ തോന്നിപ്പോകും. ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന ആളുകൾ മുൻകാലങ്ങളിൽ യോദ്ധാക്കളായിരുന്നു. പക്ഷേ മൊത്തത്തിൽ അള്ളാഹുവിന് പൊരുത്തമുള്ള വഴിയിൽ, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഒരു ജോലിയിൽ വ്യാപൃതരായി 1 മണിക്കൂർ നമ്മൾ നിന്നാൽ, ലഖിയാമു റജുലിൻ ഫിസ്സഫി ഫീ സബീലില്ലാഹി അസ്സ വജല്ല സാഅതൻ അഫ്ളലു മിൻ ഇബാദത്തി 60 സന. അല്ലാഹു അസ്സ വജല്ലക്ക് വേണ്ടി, പടച്ച തമ്പുരാന് വേണ്ടി 1 മണിക്കൂർ നേരം പടച്ചവന്റെ വഴിയിൽ നിൽക്കാൻ ഒരു ചെറുപ്പക്കാരന്, ഒരു പുരുഷന്, ഒരു മനുഷ്യന്, ഒരു പെണ്ണിന് സാധ്യമായിട്ടുണ്ടെങ്കിൽ സേവനം ചെയ്തുകൊണ്ട്, സേവനത്തിലായി, ഖിദ്മത്തിലായി, പടച്ചവന് വേണ്ട അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് നന്മ ചെയ്യാൻ, പടച്ചവന്റെ സൃഷ്ടികൾക്ക് സേവനം ചെയ്യാൻ 1 മണിക്കൂർ നേരം നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ 60 വർഷം ഇബാദത്ത് ചെയ്തതിനേക്കാളും പ്രതിഫലം 1 മണിക്കൂർ നേരത്തിന് അല്ലാഹു നൽകുമത്രേ. ആലോചിച്ച് നോക്കൂ. ദീനിന് സേവനം ചെയ്യുന്ന ലോകത്ത് ഒരുപാടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വലിയ 100ാം വാർഷിക മഹാസമ്മേളനം നടന്നു അല്ലേ? എത്ര ആയിരക്കണക്കിന് വളണ്ടിയർമാർ വെയിൽ കൊണ്ട് തളർന്ന് ഉറങ്ങിയിട്ടില്ല അവര് ആഴ്ചകളോളം. അലൈഹി ഫൈസൽ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചു. അത്
ഓരോ മണിക്കൂറിനും 60 വർഷത്തെ ഇബാദത്തിൻ്റെ കൂലിയാണ്. അപ്പോൾ എത്ര വലിയ കൂലിയുമായിട്ടാണ് അവർ മടങ്ങി. ഭക്ഷണം നിയന്ത്രിക്കാനും ആളുകളെ നിയന്ത്രിക്കാനും ക്രൗഡ് മാനേജ്മെൻറ്റ്, സ്റ്റേജ് നിയന്ത്രിക്കാൻ, വേദി നിയന്ത്രിക്കാൻ, അവിടുത്തെ വെള്ളം, കരണ്ട് തുടങ്ങി ഏതെല്ലാം, അവിടുത്തെ മെഡിക്കൽ, അവിടുത്തെ ആതുര ശുശ്രൂഷകൾ, എത്രയെല്ലാം സംവിധാനങ്ങൾ, ഇതൊക്കെ നോക്കി നടക്കാൻ കണ്ണുമിഴിച്ച് ഉറങ്ങാനും കഴിയാതെ ത്യാഗം ചെയ്ത് പടച്ചവന് വേണ്ടി ത്യാഗം ചെയ്യുന്നു. 1 മണിക്കൂർ, അത് റമളാനിൽ കൂടിയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ലഖിയാമു റജുലിൻ ഫിസ്സഫി ഫീ സബീലില്ലാഹി അസ്സ വജല്ല സാഅ. 1 മണിക്കൂർ നേരം അല്ലാഹുവിന് വേണ്ടി, പടച്ചവന് വേണ്ടി ഒരു മനുഷ്യൻ നിൽക്കുകയാണെങ്കിൽ ആ നൃത്തം 60 വർഷം നിസ്കരിക്കാൻ നിന്നതിനേക്കാളും പ്രതിഫലമുണ്ടത്രേ. സേവനം വലിയ കൂലിയാണ്. ജനങ്ങൾക്ക് നന്മ ചെയ്യാം. അതെവിടെ അവസരമുണ്ടോ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. മൗഖിഫു സാഅത്തിൻ ഫീ സബീലില്ലാഹി ഖൈറുൻ മിൻ ഖിയാമി ലൈലത്തിൽ ഖദ്രി ഇൻദൽ ഹജറിൽ അസ്വദ്. പടച്ചവനെ, മൗഖിഫു സാഅത്തിൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിൽ, അല്ലാഹുവിന്റെ വഴിയിൽ 1 മണിക്കൂർ നേരം നിങ്ങൾ ചെലവഴിക്കുന്നത് ഖൈറും മിൻ ഖിയാമി ലൈലത്തിൽ ഖദ്ർ ഇൻദൽ ഹജറിൽ അസ്വദ്. റമളാനിൽ ഉംറക്ക് പോകണം, നമുക്കൊക്കെ ആഗ്രഹമാണ് അല്ലേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. റമളാനിലെ ഉംറത്തുൻ ഫീ റമളാന തഅദിലു ഹജ്ജതൻ മഈ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്ത കൂലിയാണ് റമളാനിൽ ഒരാൾ ഉംറ ചെയ്താൽ. റമളാനിലെ ഒരു ഉംറ ഒരു ഹജ്ജിന്റെ കൂലി എന്ന് മാത്രമല്ല, ഹബീബിന്റെ കൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്ത കൂലിയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ ശരിക്കും അറിഞ്ഞു ചോദിച്ചാലേ നടക്കും. നമ്മൾ ഇവിടുന്ന് എൻ്റെ കടം വിടാതെ ഞാൻ എവിടുന്ന് പോകാനാ മൂലരെ, ഞാൻ ആമീൻ പറഞ്ഞിട്ട് നടക്കൂല എന്ന് എനിക്കറിയാലോ. അങ്ങനെയൊന്നും ചിന്തിക്കണം. നടക്കും, നടന്നിരിക്കും. നിങ്ങൾ വിചാരിക്കാത്ത വഴിക്ക് അല്ലാഹു ഇത് നിങ്ങൾക്ക് നടത്തിത്തരും. ഞാനിപ്പോൾ ഇങ്ങോട്ട് പരിപാടിക്ക് വന്നത് ഷൊർണൂരിൽ നിന്ന് എൻ്റെ സുഹൃത്ത് സിദ്ദീഖാൻ്റെ കൂടെയാണ്. മൂപ്പരുടെ ഒരു മോനത്തെ വണ്ടി, സെക്കൻഡ് വണ്ടി, എന്നാലും ഞങ്ങൾ ആ വണ്ടിയിൽ ഒന്ന് യാത്ര ചെയ്യണമെന്നൊക്കെ ആഗ്രഹം പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് അതിലാണ് വന്നത്. അവർ പോയിട്ട് പോകും. അപ്പോൾ സിദ്ദീഖ് സാഹിബ് പറയായിരുന്നു, അദ്ദേഹത്തിന് 33 34 വയസ്സ് പ്രായമുള്ളപ്പോൾ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ കൂടെ ഉംറക്ക് പോയി. അത്തിപ്പറ്റ ഉസ്താദിനെ അറിയാലോ. ഉസ്താദ് ഈ ഭാഗങ്ങളിലൊക്കെ ഉസ്താദിൻ്റെ മജ്ലിസുകൾ സ്ഥാപിക്കാൻ വേണ്ടിയും സ്വലാത്ത് പരിപാടികൾക്കും ദുആക്കൊക്കെ വരാറുണ്ടല്ലോ, ഉണ്ടായിരുന്നല്ലോ. അല്ലാഹുവിൻ്റെ ദറജയുടെ മഖാമിന് അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. ജീവിച്ച് ദീൻ കാണിച്ചു തരുന്ന ആലിമീങ്ങൾ, നമുക്കതാണെന്ന ആവശ്യം. പറഞ്ഞ് കാണിച്ചു തരാൻ ഒരുപാട് ആൾക്കാരെ കൊണ്ട് പറ്റും. ജീവിച്ച് കാണിച്ചു തരാം. വാവാടെ കുഞ്ഞുക്കോയ മുസ്ലിയാർ അങ്ങനെയായിരുന്നു. ദീൻ തർബിയത്ത് ചെയ്യുന്ന ആളുകൾ. ചേലക്കാട് മുഹമ്മദ് മുസ്ലിയാർ, നാദാപുരം മാത്രം ചേലക്കാട്, നിങ്ങളെവിടെ ഒരു ചേലക്കാട് ഞാൻ കണ്ടുവരുന്നവർ. ഒരുപാട് ആലിമീങ്ങൾ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ, ഒരുപാട് സമസ്തയുടെ മഹാന്മാരായ ആലിമീങ്ങൾ ഒക്കെ അങ്ങനെ. അത് അല്ലാഹു നൽകിയ വലിയൊരു സൗഭാഗ്യമാണ്. അത്തിപ്പറ്റസ്ഥാൻ്റെ കൂടെ ഉംറക്ക് അദ്ദേഹം ഇപ്പോൾ വരുന്ന വഴിക്ക് അങ്ങോട്ട് ഇങ്ങനെ ഒരു കഥ പറയും. ഒരു മക്കാമിൻ്റെ ഒരു ചരിത്രങ്ങൾ പറഞ്ഞു വരുമ്പോൾ, അപ്പോൾ ഉസ്താദ് അന്ന് റമളാനിൽ ഒരു ഉംറ ചെയ്തു. അങ്ങനെ തവാഫ് കഴിഞ്ഞിട്ട് തളർന്ന് ക്ഷീണിച്ചിരിക്കുക. അപ്പോൾ തവാഫ് കഴിഞ്ഞാൽ ഒരു സംസം കുടിക്കൽ സുന്നത്തുണ്ട്, നോമ്പ് വെച്ചിട്ട് പറ്റൂലല്ലോ. ഉസ്താദ് പറഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് സഅയ് ചെയ്യാൻ പോവാം. അപ്പോൾ സിദ്ദീഖ് സാഹിബിനെ വലിയ ഇഷ്ടമാണ് ഉസ്താദിന്. ഇവരുടെ വാപ്പ അതേപോലെ ഉസ്താദിൻ്റെ വലിയ മുഹിബ്ബായിരുന്നു. ഇതുപോലെ ഉസ്താദ് വന്നിരുന്നൊരു അവിടുത്തെ ഒരു വീട്ടിലെ റൂമൊക്കെ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് അവിടെ ഷൊർണൂരില്ല. അപ്പോൾ ഉസ്താദ് ചോദിച്ചു, മോൻ എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉസ്താദ്, എനിക്ക് ഹജ്ജിന് വരണം, എനിക്കും ഭാര്യയ്ക്കും ഹജ്ജിന് വരണം. ഒരാൾക്ക് നല്ല പറഞ്ഞു. അന്ന് ഹജ്ജിന് വരാനുള്ള വകുപ്പൊന്നും അദ്ദേഹത്തിനില്ല. പക്ഷെ നല്ല ഹറമിൻ്റെ മുമ്പെന്നാ ചോദിക്കണത്, റമളാനിലാ ചോദിക്കണത്, ഹാബിൻ്റെ മുമ്പെന്നാ. അത്തിപ്പറ്റ ഉസ്താദാ ചോദിക്കണത്, ഉസ്താദെ എനിക്കും കുടുംബത്തിനും ഹജ്ജിന് വരാൻ, ഇനിയിപ്പോൾ 2 മാസമുള്ളൂ ഹജ്ജിന്, ഇതല്ല അടുത്ത ഹജ്ജിന് എനിക്കും കുടുംബത്തിനും ഹജ്ജിന് പോകണം, ഉസ്താദ് വരയ്ക്കെന്ന് പറഞ്ഞു. സാബറിന് അള്ളാഹിനോട് ദുആ ചെയ്യാം. ചെറിയൊരു ദുആ ഉസ്താദ് ദുആ ചെയ്തു.
അദ്ദേഹം പറയാ, ആ പറഞ്ഞ ഹജ്ജിന് ഞാനും അവരുടെ മുമ്പിൽ വെച്ച് ചില മഖാമുകളിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന ദുആഇന് വലിയ ഫല, ഇൻസ്റ്റന്റ് ഉത്തരായിരിക്കും അത്. അതുകൊണ്ട് നമുക്കത് സാധ്യമാണോ, എനിക്കത് കഴിയോ? വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവിനെ എന്തും എങ്ങനെയും ചെയ്യാൻ കഴിയുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് പടച്ചവന്റെ ആ ഒരു ഖുദ്റത്തിനെ മുൻനിർത്തിയിട്ട് വേണം നമ്മൾ ചോദിക്കാൻ. നമ്മുടെ ഖുദ്റത്തിനെ നോക്കിയിട്ടല്ല, നമ്മളെ കൊണ്ടൊന്നും പറ്റൂല. നമ്മൾ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ലൈഫീങ്ങളാണ്. പക്ഷെ അല്ലാഹു ഹുവൽ ഖാദിറുൽ മുഖ്തദിർ, എല്ലാം കഴിയുന്നവനാണ് അല്ലാഹു. പടച്ചവനത് സാധിപ്പിച്ചു കൊടുക്കും. എത്ര വല്യമ്മമാരൊക്കെ ഹജ്ജിന്, ഇവർക്ക് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ബാത്റൂമൊക്കെ നടക്കണമെങ്കിൽ കൈപിടിക്കേണ്ടി വരും. അവർ ഹജ്ജിന് പോയാൽ ഒറ്റക്ക് നടക്കണില്ലേ? അവർ എത്ര തവാഫ് ചെയ്യുന്നു, എത്ര സഅയ് ചെയ്യുന്നു, മിനായിലും അറഫയിലും മുസ്ദലിഫിലൊക്കെ നടക്കണില്ലേ? ഹജ്ജിന് കഴിഞ്ഞ് വന്ന വല്യമാരെ കാലുകൊണ്ട് വയ്യ, പോകുന്നത് വരേക്കും വല്യമാക്ക് വയ്യ. ഹജ്ജിനും ഉംറക്കും ഒരു കുഴപ്പമുണ്ടായില്ല, മാഷാ അല്ലാഹ്, റാഹത്തിൽ ചെയ്തു. നമ്മൾ കേൾക്കാറില്ലേ? എവിടുന്ന് അത് കിട്ടണത്? ഖൽബിന്റെ ഉള്ളിൽ നീയത്ത് കിട്ടിയപ്പോ അല്ലാഹു ഒരു ഖുദ്റത്ത് കൊടുത്തു അവിടെ. അതാണ്. അത് നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് ചിന്തിക്കല്ലേ. അല്ലാഹു കഴിയുന്നവനാണ്. അല്ലാഹു നമുക്ക് റമളാനിൽ തന്നെ ഉംറ ചെയ്യാനും അല്ലാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുണ്യനബി തങ്ങൾ പറയാ, ഈ റമളാൻ നമുക്കതിനെ സാധ്യമാക്കണം. ഹജറുൽ അസ്വദിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ലൈലത്തുൽ ഖദറിൽ നിസ്കരിക്കുക. 27 രാവിലെ മക്കത്ത് കൂടെ മദീനത്ത് കൂടെ അതൊരു ഒരു മുഅ്മിനിന്റെ സ്വപ്നമാണ്. അല്ലെ, റമളാൻ അവസാനത്തെ 10 മിനിമം 27 രാവിലെങ്കിലും ആ ഖിയാമുൽ ലൈല് അത് ഹജറുൽ അസ്വദിന്റെ മുമ്പ് തന്നെ നിസ്കരിക്കാൻ പറ്റിയാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ആലോചിക്കാം, റമളാനിലെ ലൈലത്തുൽ ഖദറിലെ ഹജറുൽ അസ്വദിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നതിനേക്കാളും ഖൈറാണ് അല്ലാഹു പൊരുത്തപ്പെടുന്നൊരു വഴിയിൽ നമ്മൾ സമയം ചെലവഴിക്കുന്നത്. അപ്പോൾ ഒരു രോഗിയെ സന്ദർശിക്കുന്നത്, ഒരു വീട്ടിലേക്ക് ഭക്ഷണ സാധനം എത്തിച്ചു കൊടുക്കുന്നത്, ഒരാളുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്നത്, പള്ളിക്കും മദ്രസക്കും വേണ്ടി ഓടി നടക്കുന്നത്, പള്ളി കമ്മിറ്റി കൂടുന്നത്, മദ്രസയ്ക്ക് വേണ്ടി സംവിധാനങ്ങൾ ഒരുക്കുന്നത്, ഇവിടുത്തെ SKSF-ന്റെ പ്രവർത്തകന്മാർ രാജ്യത്തിന്റെയും നാടിന്റെയും നന്മയ്ക്ക് വേണ്ടി ഒരു ഒത്തുചേരൽ നടത്തുന്നു. 1 മണിക്കൂർ നേരത്തെ മീറ്റിംഗ്. ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും ലൈലത്തുൽ ഖദറിന്റെ രാവിൽ കഅബാലയത്തിന്റെ മുമ്പിലെ കഅബയിൽ അല്ലാഹു സ്ഥാപിച്ച സ്വർഗത്തിലെ കല്ലായ ഹജറുൽ അസ്വദിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നതിനേക്കാളും 1 മണിക്കൂർ നേരത്തിന് അല്ലാഹു കൂലി കൊടുക്കും. അത് റമളാനിൽ മാത്രമല്ല, റമളാനിലാണെങ്കിൽ അതിന്റെ പ്രതിഫലം എത്രയാണ്. അതുകൊണ്ട് റമളാനിന്റെ രാപ്പകലുകൾ ഇൻഷാ അല്ലാഹ് ഖൈറായ വഴികളിൽ നമുക്ക് അല്ലാഹു ചെലവഴിക്കാൻ തൗഫീഖ് തരട്ടെ. ഹുർരിമ അലൽ ഐനി അലാ ഐനൈനി അൻ തനാലഹുമൻ നാർ. 2 കണ്ണുകൾക്ക് നരകം ബാധകമല്ല, നരകം അവരെ തൊടുകയില്ലെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 കണ്ണുകൾ, ആ കണ്ണു പോവില്ല എന്ന് പറഞ്ഞാൽ ആ കണ്ണുള്ള മനുഷ്യ നരകത്ത് പോവില്ല എന്നാണ്. ഐനുൻ ബകത് മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിനെ പേടിച്ച് കരയുന്ന കണ്ണ്, അല്ലാഹുവിനെ പേടിച്ച് കരയുന്ന കണ്ണ്. അല്ലാഹുവിനെ, ഞാൻ എങ്ങനെയാണ് റബ്ബേ ഈ പാപങ്ങളുമായി നിന്നെ കണ്ടുമുട്ടാൻ പോകുന്നത്? നീ എന്നെ വിചാരണ ചെയ്യുകയാണെങ്കിൽ നാളത്തെ എൻ്റെ ആഖിറം എന്തായിരിക്കും റബ്ബേ എന്നോർത്ത് പേടിച്ച് വിലപിക്ക് അല്ലാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണ്. ഐനുൻ ബകത് മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണ്. വ ഐനുൻ തഹ്റുസു ഫീ സബീലില്ലാഹ്. ജനങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി കാവൽ നിന്നുകൊണ്ട് ഉറക്കൊഴിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ, ഒരു നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഉറക്കമൊഴിച്ച് നടക്കുന്ന ആളുകൾക്ക് അവരുടെ കണ്ണുകളും അല്ലാഹു നരകത്തെ തൊടിയിപ്പിക്കുകയില്ലെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നാടിന് വേണ്ടി പോലീസുകാര്, പട്ടാളക്കാര്, പാറാവുകാര്, ബോർഡർ കാക്കുന്ന സോൾജിയേഴ്സ്, ഇവരൊക്കെ ഈമാനുണ്ടെങ്കിൽ ആഖിറം വരെ നീണ്ടു നിൽക്കുന്ന അമലാണ് ഇതൊക്കെ. ദുന്യാവിൽ ചെയ്യുന്ന നന്മകൾക്ക് അല്ലാഹു ദുന്യാവിൽ കൂലിയെടുക്കും. അത് മുസ്ലിമിനും അമുസ്ലിമിനും. ദുന്യാവിൽ ചെയ്യുന്ന നന്മകൾക്ക് കൂലിയുണ്ട്, പക്ഷേ ഈമാനുള്ളവർക്ക് മാത്രമേ പരലോകത്ത് കൂലി ഉണ്ടാവുള്ളൂ. 2 കണ്ണുകളെ നരകം തൊടുകയില്ല. ഒന്ന് രാജ്യത്തെ കാക്കുന്ന കണ്ണുകളാണ്, മറ്റൊന്ന് അല്ലാഹുവിനെ ഭയപ്പെട്ട് പടച്ചവനെ പേടിച്ച് കരയുന്ന കണ്ണുകൾ. ഈ 2 കണ്ണുകൾക്കും നരകം നിഷിദ്ധമാണത്രേ.
നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനെ ഓർത്ത് കരയുക. ഇതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ മുമ്പിനെ? ഇതിന് ഒരു 50 റുപ്യ ഫീസ് ഉണ്ട്, പള്ളിയിൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും നിലവിളിക്കൂല അല്ലേ? കരയണമൊക്കെ ശരിയാണ്, പക്ഷേ റെസീറ്റ് ഉണ്ടാവും. 100 റുപ്യ ഫീസ് കൊടുത്താലേ ഈ കരച്ചിൽ പള്ളി കമ്മിറ്റി സ്വീകരിച്ചാലേ കിട്ടുള്ളൂ. അങ്ങനെയൊന്നും അതൊന്നുമില്ലല്ലോ. നിങ്ങൾ എവിടെ നിന്ന് കരഞ്ഞാലും എപ്പോൾ കരഞ്ഞാലും അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞാൽ അതിന് കൂലിയുണ്ട്. അള്ളാഹ് കാത്ത് ഇതിനൊക്കെ അള്ളൊരു ഫീസ് ഈടാക്കുകയാണെങ്കിൽ നമ്മൾ വല്ലതും ചെയ്യുമോ? ഇതൊക്കെ ഫ്രീ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് പറ്റണില്ല. ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ലാ, പടച്ചവനെ പേടിച്ച് കരയുന്ന കണ്ണുകൾ. അയ്യുക്കും ഖലഫൽ ഖാരിജ ഫീ അഹ്ലിഹി വമാലിഹി ബിഖൈരിൻ കാന ലഹു മിത്ലു നിസ്ഫി അജ്രിൽ ഖാരിജ്. നാട് വിട്ടുന്നവര്, നമ്മുടെ വിഖായ വളണ്ടിയേഴ്സൊക്കെ വെള്ളപ്പൊക്കം വന്നപ്പോഴും പല പ്രകൃതി ദുരന്തങ്ങളുണ്ട്. വയനാട്ടിലേക്ക് വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് നമ്മുടെ നാട് ആലപ്പുഴ, തിരുവനന്തപുരം, അങ്ങ് കന്യാകുമാരി വരേക്കും, കാസർഗോഡ്, കർണാടകക്കുള്ളിൽ വരേക്കും നമ്മുടെ പ്രവർത്തകന്മാര് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഒരുപാട് മക്കള് ഉമ്മാർക്ക് കാണാൻ കിട്ടിയിട്ടില്ല. എന്തേ? അവര് നാട് വിട്ടിറങ്ങിയതാണ്. എന്തിന്? ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ. അങ്ങനെ ഒരാൾ നാട്ടിൽ നിന്ന് പോകുമ്പോ ആ വീട്ടുകാരെ സംരക്ഷിക്കുന്ന ആളുകൾ, അത് നാട്ടുകാരുടെ ബാധ്യതയാണ്. ഒരാൾ പോയത് ഒരു നല്ല കാര്യത്തിനാണ്. അതിൽ ഒരു തവണ നിങ്ങൾ കൊടുത്തത് ദാനം ചെയ്തതിന്റെ പ്രതിഫലം, അതിൽ ഒരു തവണ നിങ്ങൾ കൊടുത്തത് ദാനം ചെയ്തതിന്റെ പ്രതിഫലമായിരിക്കും. കടം കൊടുത്താൽ തിരിച്ചു കൊടുക്കണം, അത് നമ്മുടെ ബാധ്യതയാണ്. മനുഷ്യന്മാർ തിരിച്ചു കൊടുക്കാത്തത് കൊണ്ടപ്പോൾ ആരും കടം കൊടുക്കൂല. ഉണ്ടെങ്കിൽ ഇല്ല എന്ന് പറയും. എന്തെന്നറിയോ? എടാ എൻ്റെ പൈസ എടുക്കാനായോ എന്ന് ചോദിച്ചാൽ അന്നു മുതൽ ആ പൈസ തന്ന ആള് ഇവന് ശത്രുവാ. പിന്നെ നോക്കണം, കുടുങ്ങിയ നേരത്ത് ഉപകാരം ചെയ്ത മനുഷ്യൻ നാളെ തരാന്ന് പറഞ്ഞ് പോയിട്ട് ആ നാളെന്ന് പറഞ്ഞത് 5 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ആ പൈസ എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ മുതൽ പിന്നെ അവനെ കണ്ടാൻ മിണ്ടൂല, അവൻ്റെ മുമ്പിലേക്ക് വരൂല, അവനെ പിന്നെ നാണം കെടുത്താൻ നോക്കും. എന്തിന്? ഇയാൾക്ക് ഉപകാരം ചെയ്തതിനോ? നിനക്ക് ഉപകാരം ചെയ്തു എന്നതാണോ ഈ മനുഷ്യൻ നിന്നോട് ചെയ്ത തെറ്റ്? എന്നിട്ട് നീ തിരിച്ചു കൊടുക്കാത്തപ്പോൾ അദ്ദേഹം അത് ചോദിച്ചു എന്ന് തെറ്റാണോ? അദ്ദേഹത്തിന്റെ അവകാശമല്ലേ? നന്ദികേടല്ലേ ഇതൊക്കെ? നമ്മൾ നന്ദികേടല്ലേ മുഅ്മിനേ? നന്ദികേടല്ലേ ഒരു ഉപകാരം? അതുകൊണ്ട് അള്ളാഹു ആ വഴികൾ നമുക്ക് അടച്ചു വെച്ചു. നമ്മൾ നന്ദി ചെയ്യാത്തത് കൊണ്ട് അള്ളാഹു ആ വഴികൾ ആരും സഹായം ചെയ്യൂല. അതുകൊണ്ട് മനുഷ്യൻ മജ്ബൂറായി വട്ടിപ്പലിശക്കും അല്ലാതിനും പോകാൻ നിർബന്ധിതമായി പോകുന്ന അവസ്ഥകൾ വരുന്നില്ലേ? എന്തേ? അള്ളാഹ് ഹലാലായ വഴികൾ തന്നപ്പോഴേ നമ്മളതിനെ കൊട്ടിയടച്ചു. നന്ദി ചെയ്യേണ്ടതിന് പകരം നമ്മൾ നന്ദി കെടുത്ത് നമ്മളൊരു കടം വാങ്ങിയതിന് ഒരു പേടിയില്ല, കൊടുത്തോനാ ഇപ്പൊ പേടി. കടം വാങ്ങിയ ഉഷാറായിട്ട് നടക്കുകയാണ്. കടം കൊടുത്തോ പഠിച്ചോനെ ചോദിച്ചാ കുറ്റം, ചോദിക്കാഞ്ഞാൽ അത് കിട്ടൂല. ഇനി എന്താ ചെയ്യുക? അപ്പോൾ പിന്നെ നമുക്ക് ഹറാമ് കൊണ്ട് തന്നെ പഠിച്ചോ വയറ് നിറപ്പിക്കേണ്ടി വരും. ഹലാല് കൊണ്ട് നമുക്ക് പരിഹാരം കിട്ടേണ്ട വഴികൾ നമ്മൾ അടച്ചു വെച്ചപ്പോൾ ബൈക്കിൽ വന്നൂടെ ചോദിക്കാം, വരാൻ കുഴപ്പമൊന്നുമില്ല. സ്കൂട്ടർമ വന്നൂടെ, കാറിൽ വന്നൂടെ, പള്ളിക്ക് വരാം, അതൊന്നും കുഴപ്പമില്ല. നടന്നു വരുന്നതിന് വേറെ കൂലിയാണ്. ഡോക്ടർമാർ പറയും മാത്രം നടക്കാൻ നിൽക്കേണ്ട, അള്ളാന്റെ റസൂൽ നടക്കാൻ പറഞ്ഞു. പള്ളിക്കൊക്കെ നടക്കാൻ പറ്റുന്ന ദൂരമാണോ? നടന്നു പോവുക. ഓരോ കാൽവെപ്പിനും 10 നന്മകൾ അള്ളാഹു എഴുതി തരും. ഒരു കാലെടുത്ത് വെച്ച് 10, അടുത്ത കാല് വെക്കുമ്പോ 10. യാ അള്ളാഹ്, പള്ളിയിലേക്ക് എത്ര ദൂരം കൂടുന്നുണ്ടോ അത്രക്ക് കാൽവെപ്പുകൾ കൂടും. സമയമുണ്ടെങ്കിൽ ചെയ്താൽ മതിയേ. വേറെ ജോലിക്ക് പോവാണ്ട് യാത്ര പോവാണ്ട് സമയമില്ല, നിങ്ങൾ ബൈക്ക് എടുത്ത് പോയിക്കോ. പക്ഷെ അതിന്റെ ടയർ തിരിയുന്നതനുസരിച്ച് കൂലി, അതെനിക്ക് പറയാൻ അറിയില്ല. നബി തങ്ങൾ കാൽവെപ്പിനാ പറഞ്ഞത്. കാലെടുത്ത് വെച്ചാൽ ഓരോ കാൽവെപ്പിനും 10 നന്മകളുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു എക്സസൈസ് മാത്രമല്ല, ഒരു ഇബാദത്തും കൂടിയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ പള്ളിയിൽ ഇരിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന, പടച്ചവന് ഇബാദത്ത് ചെയ്യുന്നവനെ പോലെ തന്നെയാണ് പള്ളിയിൽ നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്ന ആള്. ويكتب من المصلين من حين يخرج من بيته حتى يرجع إليه. വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പുറപ്പെടുന്നത് മുതൽ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നവരെ ആ പോക്കും വരവും അടക്കം യുക്തബു മിനൽ മുസല്ലീൻ, നിസ്കരിച്ചവരുടെ കൂലി അല്ലാഹു അയാൾക്ക് നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ നിസ്കരിച്ച കൂലിയായി. നിസ്കാരത്തിന് വേറെ കൂലി, വീട്ടിലേക്ക് തിരിച്ചു അതിനും നിസ്കരിച്ചവന്റെ കൂലി, പോകുന്നതും വരവും നിസ്കാരം. അപ്പൊ വീട്ടിൽ നിന്ന് ഉളു കൊടുത്തിട്ട് പോകുന്നതിന് പ്രതിഫലം കൂടുതലാണ്.
മൻ തവല്ലഅ ബഅദ ഫറാഗിഹി മിൻ വുളൂഇഹി വുളൂ ചെയ്തു കഴിഞ്ഞ് ഒരാൾ ദുആ ചെയ്യുകയാണെന്ന് സങ്കൽപ്പിക്കുക. കഫാറത്തുൽ ദുആ, വുളൂന്റെ ദുആ ചൊല്ലുക. അത് കഴിഞ്ഞ് വേറൊരു ദുആ, കഫാറത്തുൽ മജ്ലിസ്, ഒരു മീറ്റിംഗ്, ഒരു മജ്ലിസ് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അങ്ങനെ ഒരാൾ വുളൂ എടുത്തു കഴിഞ്ഞതിന് ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തുടങ്ങുന്ന ദുആ കഴിഞ്ഞതിന് ശേഷം സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്ന് ചൊല്ലുകയാണെങ്കിൽ അത് അല്ലാഹു മനോഹരമായ ഒരു കഷ്ണത്തിൽ എഴുതി വെക്കുകയും അതിനെ സീല് വെക്കുകയും അന്ത്യനാളിൽ മാത്രമാണ് ആ സീല് ചെയ്ത് അടക്കം ചെയ്ത ദിക്ർ, ഖിയാമത്തിൽ മാത്രമാണ് അല്ലാഹു തുറക്കുന്നത്. അതിന് അല്ലാഹു വലിയ പ്രതിഫലം നൽകുമെന്ന് വുളൂ കഴിഞ്ഞാൽ ചൊല്ലേണ്ട ഒരു പ്രത്യേക ദുആയെക്കുറിച്ച് പറഞ്ഞു.